ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് ഇരുന്ന സമയത്താണ് ഞങ്ങളുടെ സുഹൃത്ത് 2 പേരൂടെ ഉണ്ടായിരുന്നു. പോലീസ് വണ്ടി ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേരെ അടിച്ചു അവർ ഓടി. അപ്പം എൻ്റെ സർജറി കഴിഞ്ഞിരിക്കുന്നത് ഞാൻ എങ്ങനെ ഓടാനാണ്? പിന്നെ അവിടെ ഉള്ളവരെല്ലാം എനിക്കറിയാവുന്നതാണ്. എൻ്റെ പാർട്ട്ണറുമായിട്ടൊക്കെ പോയി ഞാൻ അവിടെ കഴിഞ്ഞാലുള്ള എൻ്റെ ഒരു മാനസികാവസ്ഥ, ഞാൻ എന്തിനു ഓടണം? ഒരാളല്ല 2-3 പേര് ചൂലും കൊണ്ട് അറഞ്ചം പുറഞ്ഞോ അടിച്ചെന്നെ പൊളിച്ച്, എൻ്റെ ശരീരം മൊത്തം അടിച്ച് പൊളിച്ച്. നമ്മൾ എവിടെ പോയി കേസ് കൊടുക്കും? ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഒന്ന് ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് എന്നെ വരാന്തയിൽ ഇരുത്തി അഡ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പോഴാണ് മീഡിയനെ വിളിക്കുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ചാനലിൽ എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ ഇത് കഴിയുന്ന അറിയുന്നത്, എൻ്റെ അമ്മയൊക്കെ അറിയുന്നത് ചാനലിൽ കൂടെയാണ്. കാലിൽ നമുക്ക് കാലയിൽ മിഞ്ചിയിടും. ആ മിഞ്ചി കടലിൽ ഊരി പോയി കഴിഞ്ഞാൽ ആ 1 വർഷത്തിനുള്ളിൽ നമ്മൾ പോകും, മരണപ്പെടും. നമ്മൾ പൈസ കൊടുത്താലും അവര് നമ്മളെ തന്നെ നോക്കണം. ഇല്ല, നമ്മൾ പിന്നെ അവരാണ് നമ്മൾ ഗുരുവിൻ്റെ അമ്മയുടെ കടമയല്ലേ മകളെ നോക്കേണ്ടത്. ഈ ജൽസ വരെ നടത്തുന്നത് ഗുരുവാണ്. ഞാനും എൻ്റെ മക്കളുടെയൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കാശ് തന്നിട്ടുണ്ടാവും, പക്ഷേ കൂടുതൽ ഞാൻ എൻ്റെ കാശ് കൊടുത്ത് എൻ്റെ ആദ്യത്തെ മോളുടെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് എല്ലാം. മോക്കത് അറിയത്തില്ല, അവൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതൊരു കുട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ പേരിൽ ഇങ്ങനെ സർജറി ചെയ്തപ്പം എനിക്ക് ഭയങ്കര ഈ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എല്ലാം അറിയാം, ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ പേരിൽ ചെയ്തപ്പോൾ എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാൻ എറണാകുളത്ത് ആദ്യമായിട്ട് ജൽസ നടത്തുന്നത് എൻ്റെ മകളുടെയാണ്. അങ്ങനെ മകളുടെ ഞാൻ എല്ലാം ചെയ്തു കൊടുത്തു. അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളും അവളൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് പറഞ്ഞല്ല. എൻ്റെ സന്തോഷം, അത് നമ്മുടെ ഒരു സന്തോഷമാണ്. എൻ്റെ മകൾ എൻ്റെ കൂടെ ചേർന്ന് നിന്നു. മകളുടെ സർജറി, മകളുടെ ജൽസ ദിവസം മകൾ സുന്ദരിയായിട്ട് വരുന്നു, മകളെ താലി ചാർത്തുന്നു. അത് കഴിഞ്ഞിട്ട് 3 പേരെ അവർ കാണും. 3 പേരെ കാണും. സർജറി കഴിഞ്ഞ് നമ്മൾ ഈ ലച്ച കെട്ടിയിട്ട് ഇങ്ങനെ കാണും. 3 പേര് മാതെ കണ്ടിട്ട് 3 പേരെ കാണും. അതിലാദ്യം കാണുന്നവരുടെ സൗന്ദര്യം, പിന്നെ ധനം, പിന്നെ അവരുടെ സ്വഭാവം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുണ്ട്. അതുപോലെ കറക്റ്റാണ് കേട്ടോ. സുന്ദരികളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സർജറി കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അവരുടെ സൗന്ദര്യം നമുക്ക് വരുമെന്നുള്ളതാണ്. അത് കറക്റ്റ് കാര്യങ്ങളാണ്. നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതങ്ങനെയാണ്. പിന്നെ അവരെ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ സർജറി കഴിഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സുന്ദരിയായിട്ടുള്ള ഒരു അമ്മയാണെങ്കിൽ അവരുടെ അത് നമ്മളിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആവാഹിച്ച് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായി. സർജറി കഴിഞ്ഞ് എനിക്ക് ആ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ഞാൻ മെട്രോയിൽ കയറുമ്പോൾ എൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഞാൻ ആദ്യം കയറിയ സമയത്തുള്ള എൻ്റെ രൂപം. പിന്നെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയോട് കുറേ നാൾ താമസിച്ച് കഴിഞ്ഞപ്പം എൻ്റെ ശരീരം തന്നെ എൻ്റെ അമ്മയുടെ പോലെയായി, എൻ്റെ ഫേസ് അമ്മയെ പോലെയായി. അങ്ങനെ ആ ഒരു ഇത് നമ്മളിലേക്ക് വരികയാണ്. നമ്മളൊരു സ്ത്രീ, അത് നമ്മൾ സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം നമ്മളിലേക്ക് വരും. നമ്മൾ എത്രത്തോളം അത് ആർക്കും അറിയത്തില്ല ഈ കാര്യങ്ങൾ. ചിലർക്ക് അതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാനും പറ്റത്തില്ല, പക്ഷെ അത് നമുക്ക് വരും. അവരുടെ എല്ലാം നമ്മളിലേക്ക് വരും. നമ്മൾ കാണുന്ന ആളുടെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ കൂടുതൽ അവരോട് സഹകരിക്കുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടും. ആ ഒരു പീരീഡിൽ സർജറി കഴിഞ്ഞ് കുറച്ച് നാളിന് ശേഷം അങ്ങനെ കുറേ വിശ്വാസങ്ങളുണ്ട് എനിക്ക് അനുഭവം ഉണ്ടാകും. പിന്നെ എനിക്ക് ഈ സർജറി കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടാവും. 1 വർഷം നമ്മൾ കടന്നു കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഈ ജീവിതം നിലനിൽക്കത്തുള്ളൂ എന്ന് ഈ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആ 1 വർഷം പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യലാണ്. പ്രശ്നങ്ങളുണ്ടാവും, അടിയുണ്ടാവാം, ചിലപ്പം കൊല്ലപ്പെടാം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. ഡിപ്രഷൻ ഉണ്ടാവും. നമ്മൾ സർജറി കഴിഞ്ഞിട്ട് നമ്മുടെ ഭാഗം കാണുമ്പോൾ തന്നെ നമ്മൾ മാനസികമായിട്ട് ഭയങ്കര ഡിപ്രഷനാവും. നമ്മൾ സർജറി കഴിഞ്ഞു എനിക്ക് പെണ്ണാകണമെന്ന് പറയും. പെണ്ണായി കഴിഞ്ഞാൽ നമ്മൾ സർജറി കഴിഞ്ഞ് എന്തായാലും നമ്മൾ ആ ഭാഗത്തേക്ക് കാണുമ്പം നമ്മൾ മാനസികമായിട്ട് ഭയങ്കര ഡിപ്രഷനാവും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ സർജറിക്ക് പോകുമ്പോൾ കയ്യിൽ മഞ്ഞ തുണിക്കകത്ത് ഒരു ആണി 1 രൂപ കോയിൻ വെച്ച് കാപ്പ് കിട്ടും. എന്നിട്ട് തേങ്ങയ്ക്കകത്ത് മഞ്ഞൾ ഇതാക്കിയിട്ട് തേങ്ങയിൽ മഞ്ഞൾ പുരട്ടിയിട്ട് പൂജ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു നാരങ്ങ വയ്ക്കും, നമ്മുടെ തലയ്ക്ക് കീഴ് വയ്ക്കും. സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉറക്കമൊന്നും വരത്തില്ല. ഭയങ്കര പ്രശ്നങ്ങളും പല കാര്യങ്ങൾ കാണുന്നു. നമ്മളെ തന്നെ നമ്മൾ കാണും, നമ്മുടെ ആ രൂപം നമ്മളെ കാണും. നമ്മുടെ കൂടെ ഉണ്ടാവും. അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആ ഒരു ജന്മം നമ്മൾ ഛേദിച്ച് കളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് ഭയങ്കര അതിങ്ങനെ നമ്മളെ തന്നെ കാണും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് തോന്നലാന്ന് പറഞ്ഞു. അതിനുശേഷം പലരും പറഞ്ഞു നമ്മളിങ്ങനെ ഉറക്കത്തിൽ നമ്മൾ ഞെട്ടി ഉണരും, നമ്മൾ പലതും കാണും. ഇങ്ങനെ ആ ഒരു 12 ദിവസം നമ്മളെ പൂജയൊക്കെ ചെയ്ത് ഇതൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ഒരു ഇതിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഞാനപ്പോൾ അതൊക്കെ കേട്ടു. അപ്പം നമ്മൾ മലയാളികളാണ്, വിദ്യാഭ്യാസം ഉള്ളവരാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കെന്തുണ്ടാവാനാ. ഞാൻ കേരളത്തിൽ വന്നു, എനിക്ക് മെട്രോയിൽ ട്രെയിനിങ് ടൈം 2010 ട്രെയിനിങ് ടൈമിൽ ഞാൻ ഇവിടുന്ന്, അപ്പം ഞങ്ങൾ ഇവിടെ ഹോസ്റ്റലാണ് താമസിക്കുന്നത്. അത് ആമ്പിള്ളേർ ഇവർ ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഓഫീസേഴ്സ് ഇവിടെ കാക്കനാട്. അപ്പോൾ എൻ്റെ പാർട്ട്ണർ എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാനും പുള്ളിയും കൂടെ താമസിക്കുകയാണ്. അപ്പോൾ അത് സ്പെഷ്യലായിട്ട് ഞങ്ങൾ ട്രെയിനിങ് 1 മാസം രാജഗിരി കോളേജിലുണ്ടായിരുന്നു. അവിടുത്തെ അച്ഛനാണ് ഞങ്ങൾക്ക് ശരിയാക്കി തന്നത്. അപ്പോൾ പുള്ളി ജോലിക്ക് പോകും, 2 ദിവസത്തേക്ക് ജോലിക്ക് പോകാൻ. എനിക്ക് ശനി ഞായറും അവധിയാണ്, അപ്പോൾ ക്ലാസ് ഇല്ല. അപ്പോൾ ഞാൻ തൃശ്ശൂരേക്ക് പോയി. അവരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ തൃശ്ശൂർ പോയി നിന്ന സമയത്താണ്, ഒരു ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് നിന്ന സമയത്താണ് ഞങ്ങളുടെ സുഹൃത്ത് 2 പേരൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പോലീസ് വണ്ടി ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ട്രെയിനിങ് കഴിഞ്ഞു. അപ്പം അന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ കുറച്ച് മാറിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ വന്ന് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഓടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേരെ അടിച്ചു അവർ ഓടി. അപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞിരിക്കുന്നത് ഞാൻ എങ്ങനെ ഓടാനാണ്? പിന്നെ അവിടെ ഉള്ളവരെല്ലാം എനിക്കറിയാവുന്നതാണ്. എൻ്റെ പാർട്ട്ണറുമായിട്ടൊക്കെ പോയി ഞാൻ അവിടെ കഴിഞ്ഞാലുള്ള എൻ്റെ ഒരു മാനസികാവസ്ഥ, ഞാൻ എന്തിനു ഓടണം? അവരെന്നെ അടിച്ച്, പോലീസ് ഒരാളല്ല 2-3 പേര് ചൂലും കൊണ്ട് അറഞ്ചം പുറഞ്ഞും അടിച്ചെന്നെ പൊളിച്ച്, എൻ്റെ ശരീരം മൊത്തം അടിച്ച് പൊളിച്ച് ബ്ലഡ് വന്ന് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം ഞാൻ അവിടെ അവരെ വിളിച്ചപ്പോൾ എൻ്റെ പാർട്ട്ണർ പറഞ്ഞ് പിന്നെ ശീതൾ പറഞ്ഞു ഇത് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞ്. നമ്മൾ എവിടെ പോയി കേസ് കൊടുക്കും? ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഒന്ന് ട്രീറ്റ്മെൻറ്റ് തന്നിട്ട് എന്നെ വരാന്തയിലിരുത്തി, അഡ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പോഴാണ് മീഡിയനെ വിളിക്കുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ചാനലിൽ എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ ഇത് അറിയുന്നത്, എൻ്റെ അമ്മയൊക്കെ അറിയുന്നത് ചാനലിൽ കൂടെയാണ്. അപ്പം ഞാൻ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്, ഇപ്പോഴും ഉണ്ട്, യൂട്യൂബിലുണ്ട്. അപ്പോൾ പോലീസ് അടിച്ചതാണ്, അപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്യുന്നില്ല, ചാനലിലെല്ലാം പ്രശ്നങ്ങൾ വന്നു, പിന്നെ പ്രതിഷേധങ്ങൾ വന്നു. അങ്ങനെ അപ്പോൾ ആ 1 വർഷം എനിക്ക് കഴിഞ്ഞ് കിട്ടിയപ്പോഴാണ് എനിക്കത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമെന്ന്. അങ്ങനെ പലർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അനന്യയുടെ 1 വർഷം തികയുന്നതിന് മുമ്പിട്ടാണ് അനന്യ പോയത്. അത് സർജറിയുടെ പ്രശ്നങ്ങളായ ഇഷ്യൂ ആയാൽ, പക്ഷെ 1 വർഷം അത് നമ്മൾ തികച്ചാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ലൈഫിലേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ പലരും വിശ്വസിക്കത്തില്ല, പക്ഷെ അത് വിശ്വസിക്കണം. പിന്നെ ഞങ്ങൾ പൂജ ചെയ്യുന്ന പോകുന്ന സമയത്ത് കാലിൽ നമുക്ക് മിഞ്ചിയിടും, കാലയിൽ മിഞ്ചിയിടും. ആ മിഞ്ചി കടലിൽ ഊരി പോയി കഴിഞ്ഞാൽ ആ 1 വർഷത്തിനുള്ളിൽ നമ്മൾ പോകും, മരണപ്പെടും. പക്ഷെ അത് വിശ്വസിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് അനുഭവം വന്നപ്പം കേരളത്തിൽ തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അനുഭവം ഉണ്ടാകുമ്പോഴാണ് വിശ്വസിക്കുന്നത്. ഇതേപോലെ കൾച്ചറലി പൂജയും വിശ്വാസം ഞാൻ കേരളത്തിൽ നടത്തിയ സമയത്ത് പലരും വന്നിട്ട് ഈ കസേരയിൽ കയറിയിരുന്ന് പൂജ ചെയ്യുന്ന സമയത്ത് ഒരാളും അങ്ങനെ കസേരയിലിരിക്കാൻ പാടില്ല, എല്ലാവരും തറയിലിരിക്കണം. ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമ്മ്യൂണിറ്റി അല്ലാതെ ഗേ ആയിട്ടുള്ളവരോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല, അല്ലാതെ പുരുഷന്മാരെ ഒന്നും അവിടെ നമ്മൾ അലോ ചെയ്യത്തില്ല. ആ പൂജ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കസേരയിൽ കയറിയിരുന്ന് ഭയങ്കരമായിട്ട് ഞാനൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ നമ്മളെ കളിയാക്കുന്ന രീതിയിൽ നടന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ്, പുതിയ കുട്ടികളൊക്കെയാണ്. അപ്പം അവരിതിൻ്റെ വലിയ പൂജകൾ ചെയ്യുന്ന പൂജാരികളാണ്. കാരണം വിശ്വാസം അവർക്ക് വന്നു, അവർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റായി. അവർ സാധാരണ ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല, വിശ്വാസം അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. ഞാൻ അന്ന് പറയും, നിങ്ങൾക്കിതിന് ഇവിടെ ഒരു മാതയുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അതിനുള്ള ഇത് കിട്ടും, നിങ്ങൾ വന്ദിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് വന്ദിക്കേണ്ടി വന്നു. കാരണം അവർ ചെയ്തത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട്. ഇപ്പോൾ അവർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പൂജ. പിന്നെ ഞാൻ പൂജകൾ അധികം ചെയ്യാറില്ല. നമ്മൾ പൂജ ചെയ്യുമ്പോൾ അത് നമുക്ക് ബോഡി എഫക്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ജൽസയ്ക്കായാലും അത് 12-ാം തണിക്ക് പോയി മഞ്ഞൾ തേക്കുന്നത് എല്ലാവരും പോയി നമ്മൾ ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ ചിലരുടെ പ്രശ്നങ്ങളുണ്ട്, അത് നമുക്ക് കിട്ടും. ഞാനങ്ങനെ ഈ ഇടയ്ക്ക് എനിക്കത് വിശ്വാസമുള്ള ആളാണ്. പക്ഷേ എനിക്കതിൽ മെട്രോയിൽ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു, അവർക്ക് ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വരണമെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പോയി. നമ്മൾ അവിടെ ഈ പൂജകളും ഈ 12-ാം ഈ സർജറി കഴിഞ്ഞ് 12-ാമത്തെ ദിവസം നമ്മൾ കുളിപ്പിച്ച് നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് ആദ്യം ആരും ഇറങ്ങിപ്പോകുന്ന അവർക്കാണ് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കിട്ടുന്നത്. ഈ കുട്ടിയുടെ
കുറേ ഇത് മാറുമല്ലോ പൂജയൊക്കെ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്, നമ്മൾ പറയുന്ന പോലെയല്ല ആ കളിയാക്കിയാലോ ആ നെഗറ്റീവ് എനർജി. പക്ഷെ ഞാനന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു പ്രശ്നമാവും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പോയേ പറ്റത്തുള്ളൂ, എനിക്കത് അറിയാം. പക്ഷെ ഞാൻ പോയി. അതിൻ്റെ 4-ൻ്റെ അന്ന് എൻ്റെ കൈ ഒടിഞ്ഞു, കൈ ഇപ്പോഴും വളഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞാൻ അപ്പോൾ ആലോചിച്ചു പിന്നെ എന്തെങ്ങനെ പറഞ്ഞു, പ്രതീക്ഷിക്കാതെ എൻ്റെ കൈ ഒടിഞ്ഞതാണ്. അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്, ഓരോ ചിട്ടകളുണ്ട്. നമ്മളിപ്പോൾ ഒരു പൂജ കഴിഞ്ഞാലും ഒരു ജലസ കഴിഞ്ഞാലും പലരും വന്നിട്ട് ഇറങ്ങി അങ്ങ് പോകും. നമ്മൾ ജലസ എന്ന് വെച്ചാൽ ഇത് രാത്രി മൊത്തമുള്ളൊരു പൂജയാണ്. ഇതൊരു 10 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ വെളുപ്പിന് 4 മണി വരെയാണ് ഇതിൻ്റെ പൂജാ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ കുട്ടി സുമംഗലിയായി ഒരുങ്ങി വന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകാം. നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുറച്ച് നെഗറ്റീവ് കിട്ടും. പക്ഷെ ചിലർക്കും അറിയത്തില്ല. ചിലർ എനിക്ക് പെട്ടെന്ന് ജസ്റ്റ് മുഖം കാണിച്ചിട്ട് പോകുന്നവരുണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ അവസാനം വരെ നിൽക്കും, കാരണം എനിക്ക് ആ വിശ്വാസമുള്ളതുകൊണ്ട്. അവിടെ എന്ത് പൂജയാണ് നടക്കുന്നത്? അത് ഞങ്ങളുടെ സന്തോഷി മാതയ്ക്ക് പൂജ ചെയ്ത് ഇതെല്ലാം വെച്ച് ഈ അതിനകത്ത് നമ്മൾ എല്ലാ പലഹാരങ്ങളും എല്ലാ ഫ്രൂട്ട്സും മുട്ടയൊന്നും അടങ്ങാത്ത നോൺ വെജ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ പൂജിച്ച് ആരതി എടുക്കും. നമ്മൾ തട്ടത്തിൽ കർപ്പൂരവും ഭസ്മവും ഒക്കെ വെച്ചിട്ട് നമ്മൾ ആരതി എടുക്കും. ആരതി എടുത്ത് പ്രാർത്ഥിക്കും, എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം ലാസ്റ്റിലാണ് ചെയ്യുന്നത്. പൂജകൾ നമ്മൾ ചെയ്യുന്നതിന് ഒരിതുണ്ട്, നമ്മളപ്പോൾ അത് കാണിച്ചാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പൂജകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേക പൂജകളാണ്. ആ പൂജകൾ ഞങ്ങളുടെ കുറേ ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അത് ചെയ്യുന്നതിനും നമ്മുടെ മാതയുടെ ഫോട്ടോ എടുത്തിട്ട് അലങ്കരിക്കുന്നതിനുണ്ട്. പിന്നെ കുടം കെട്ടണം. കുടം നമ്മൾ കെട്ടും. ഈ പാൽക്കുടം കെട്ടുന്നതിന് ചിട്ടയുണ്ട്. അതിനകത്ത് പൂജകളുടെ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിനും ഓരോ ഇതും. പിന്നെ അതിനകത്ത് വെറ്റിലയുണ്ട്, 5 വെറ്റില, അതേപോലെ മാവല, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ആ പാൽക്കുടം നിറയ്ക്കുന്നത്. അതിന് മുകളിൽ തേങ്ങ വയ്ക്കും, വെറ്റില, മാവല, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ച് ഈ പൂജ ചെയ്യുന്നതിന് കുറേ ചടങ്ങുകളുണ്ട്. അത് കറക്റ്റായിരിക്കണം. അത് വേറെങ്ങും ഇല്ലാത്തൊരു പൂജകളാണ്. പണ്ടൊക്കെ ഇത് രഹസ്യമായിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ മാത്രം നടത്തുന്ന ഒരു പൂജയായിരുന്നു. സ്ത്രീകളെ ഞങ്ങൾ ചേർക്കാറില്ല. ഇപ്പം സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇപ്പം പാലൊഴിക്കാൻ പോകുന്നുണ്ട്. ഈ ജൽസ കഴിഞ്ഞാൽ ഈ പാൽക്കുടം വെച്ചിട്ട് കടലിലേക്ക് പോകും. കടലിൽ പോയി ഈ പാലൊഴിക്കുന്ന സമയത്ത് സ്ത്രീകളൊന്നും വരാൻ പാടില്ല എന്നുള്ളതാണ്. ചില സ്ത്രീകളെ കൊണ്ടുപോകുന്നവരുണ്ട്, കാരണം അവർക്ക് അറിയത്തില്ല സ്ത്രീകൾ വരാൻ പാടില്ല. ജൽസ എന്ന് പറഞ്ഞാൽ ആദ്യം 12-ാം തണിയുണ്ട്, അത് കഴിഞ്ഞ് ജൽസ നടത്തും. പിന്നെ 1 വർഷം തികയുമ്പോൾ വർഷപൂജയുണ്ട്. 1 വർഷം, 1 വർഷം, 2 വർഷം, 3-ാമത്തെ വർഷം ചെയ്ത് നിർത്തുന്നവരുണ്ട്, 5-ാമത്തെ വർഷം ചെയ്യുന്നുണ്ട്. ഇതിനാണ് വർഷപൂജ എന്ന് പറയുന്നത്. പലർക്കും അറിയത്തില്ല. അപ്പം ജൽസ വേറെയാണ്, വർഷപൂജ വേറെയാണ്. ജൽസ എന്ന് പറഞ്ഞാൽ 41 ദിവസം നമ്മൾ പുരുഷന്മാർ ആരെയും കാണാതെ അടഞ്ഞൊരു റൂമിൽ ഇരുന്നിട്ട് 41-ാമത്തെ ദിവസം നടത്തുന്ന ചടങ്ങിനെയാണ് ജൽസ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ആ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസം നമ്മളെ എല്ലാവരെയും വിളിച്ച് പൂജ നടത്തും. അതാണ് വർഷപൂജ. അങ്ങനെ വർഷപൂജകളുണ്ട്. ജൽസ 1 മാത്രമേ ഉള്ളൂ. വർഷപൂജ 1, 2, 3 നടത്തുന്നവരുണ്ട്, 5-ൽ നിർത്തുന്നവരുണ്ട്, അങ്ങനെയൊക്കെയാണ്. അതാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ഇതിൻ്റെ വ്യത്യസ്ത തലങ്ങളെ പറ്റി പറഞ്ഞത്. ഒരുപാട് നന്ദി. നമസ്കാരം.